ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. എല്ലാവരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ പൂട്ടി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ. അപ്പൊ ക്രിസ്മസ് ഒക്കെ വരാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇതളുകള് ക്രിസ്മസ് സ്പെഷ്യൽ ഇതളുകളാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ആരൊക്കെയാ ഉള്ളതെന്നറിയോ? ആൽഫ്രഡ് ബോബി ജോർജ്, ആൻലിയ ബോബി ജോർജ് ആൻഡ് അമേലിയ ബോബി ജോർജ്. അപ്പൊ ഇന്ന് ഇവർ അവതരിപ്പിക്കണ ക്രിസ്മസ് പരിപാടികളാണ് നമ്മൾ കേൾക്കാൻ പോണേട്ടോ. ഇന്നത്തെ നമ്മുടെ കടങ്കഥ പറഞ്ഞില്ലല്ലോ. ഞാൻ പെറ്റ കാലം മീൻ പെറ്റ പോലെ, വാലറ്റ കാലം ഞാൻ പെറ്റ പോലെ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. അമേലിയ ബോബി ജോർജ് നമുക്ക് വേണ്ടിയിട്ട് സാന്റാക്ലോസിന്റെ കഥ പറയാൻ പോവാ. അതൊന്ന് കേൾക്കാം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഉയരുന്ന ചിത്രമാണ് ക്രിസ്മസ് ഫാദറിൻ്റേത്. അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന പേര് സാന്റാക്ലോസ് എന്നാണ്. കുടവയറും നരച്ചു നീണ്ട താടിയും ചുമന്ന നീണ്ട കുപ്പായവും കോണിന്റെ ആകൃതിയിലുള്ള നീണ്ട ചുമന്ന തൊപ്പിയും തോളത്ത് നീണ്ട സഞ്ചിയും കയ്യിൽ നീണ്ട ദണ്ഡുമായി പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം കൗതുകമുണർത്തുന്നത് തന്നെ. ക്രിസ്തുവിന്റെ ജനനവുമായി എന്തോ ബന്ധമുള്ള വ്യക്തി എന്ന ധാരണ പൊതുജന ഹൃദയത്തിൽ ഉയരുവാൻ അതു കാരണമാകുന്നു. ക്രിസ്മസ് ഫാദർ എന്ന പേരും കൂടി കേൾക്കുമ്പോൾ ബന്ധം കൂടുതൽ ഉറപ്പാക്കപ്പെടുകയാണ്. യേശുവിന്റെ ജനനത്തെപ്പറ്റിയുള്ള ബൈബിൾ പരാമർശങ്ങളിൽ എങ്ങുമില്ലാത്തതും ആ മഹത്തായ സംഭവത്തോടെ ഒരു ബന്ധവുമില്ലാത്തതുമായ ഒരു കഥാപാത്രം വർത്തമാനകാലത്ത് എങ്ങനെ ഇത്ര പ്രാധാന്യം നേടി? ആരാണ് സാന്റാക്ലോസ് എന്ന ക്രിസ്തുമസ് ഫാദർ? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ? നിക്കോളോസ് എന്ന ചരിത്ര പുരുഷൻ AD 270 ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാതാപിതാക്കൾ ധാരാളം സമ്പത്തുള്ളവരായിരുന്നു. നിക്കോളസ് ബാലനായിരിക്കുമ്പോൾ തന്നെ വലിയ ഔദാര്യ നിധിയായിരുന്നു. സാധുക്കളെപ്പറ്റി വലിയ സഹതാപവും മനസ്സലിവും പ്രകടമാക്കിയിരുന്നു. അവരെ സഹായിക്കുന്നതിൽ പ്രത്യേകം സംതൃപ്തി കണ്ടെത്തി. ഒരു ദരിദ്ര കുടുംബത്തിലെ 3 പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ നിക്കോളോസ് ആരും അറിയാതെ ആ ദരിദ്ര കുടുംബത്തിന് സ്വർണ്ണ നാണയങ്ങൾ ജനൽ വഴി രാത്രി സമയത്ത് ഇട്ടുകൊടുത്തതിനാലാണ്. ഇതുപോലെ മറ്റ് പല സാധുക്കളെയും സഹായിച്ചു പോന്നു. അവർക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ ഉറവിടം അവർക്ക് അജ്ഞാതമായിരുന്നു. ധാരാളം സമ്പത്തിനുടമയായ നിക്കോളോസ് അവയെല്ലാം വിട്ട് സഭയിലെ വൈദിക സേവനത്തിന് സന്നദ്ധനായി. തുടർന്ന് ബിഷപ്പുമായി ഒരു നല്ല മനുഷ്യസ്നേഹിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ക്രിസ്തീയ സഭയ്ക്ക് ഭീകരമായ പീഡനം ഏൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നിക്കോളോസിനെ കാരാഗൃഹത്തിലടിച്ചു. പോളണ്ടിൽ നിന്നും അമേരിക്കയിലേക്കു കുടിയേറിയവർ നിക്കോളോസിന്റെ വിശ്വാസം അവിടെ പ്രചരിപ്പിച്ചു. അപ്പോഴേക്കും പേരിന് രൂപഭേദം വന്ന് സെയിന്റ് നിക്കോളാസ് സാന്റാക്ലോസായി. ഇന്ന് ലോകം മുഴുവൻ ആ പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ക്രിസ്മസ് കാലത്ത് അദ്ദേഹം സമ്മാനങ്ങളുമായി സന്ദർശനം നടത്തുന്നു എന്നുള്ള ഐതിഹ്യവും പ്രചാരത്തിലായി. ഇന്ന് ക്രിസ്മസ് ഫാദർ ഇല്ലാതെ ക്രിസ്മസ് ആഘോഷം അചിന്ത്യമാണ്. ഞാൻ ഇന്നിവിടെ സാന്റാക്ലോസിനെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി ക്രിസ്മസിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. നമുക്ക് സാധിക്കുന്നവർക്കെല്ലാം പ്രതിഫലം നോക്കാതെ സഹായങ്ങൾ നൽകുവാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ ക്രിസ്മസ് പുതിയൊരു അനുഭവമാക്കാൻ കൊച്ചു കൂട്ടുകാരായ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം. ആൻലിയ ബോബി ജോർജ് ആണ് കേട്ടോ പാടണേ. ഏ ഹലോ 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 ഹല്ലേലൂയ, ഏ ഹലോ 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 ഹല്ലേലൂയ, ഏ ഹലോ 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 ഹല്ലേലൂയ, ഹല്ലേലൂ ഹല്ലേലൂയ. ഏ ഹലോ 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 ഹല്ലേലൂയ, ഏ ഹലോ 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 ഹല്ലേലൂയ, ഏ ഹലോ 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 ഹല്ലേലൂയ, ഹല്ലേലൂ ഹല്ലേലൂയ. ലാ 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 ലാ. കൂട്ടരെ കേട്ടുവോ സ്വർഗത്തിൽ നിന്നൊരു വാർത്ത, ഉള്ളം തുളുമ്പിത്തുളുമ്പുന്ന വാർത്ത, ഉള്ളം തുളുമ്പിത്തുളുമ്പുന്ന വാർത്ത. ആകാശക്കൂടാരം കാണാൻ ആശിച്ചിരുന്നോർക്കെല്ലാം ആകാശമേളാപ്പിലൂടെ ഈശോരുക്കുന്ന യാത്ര. ആകാശക്കൂടാരം കാണാൻ ആശിച്ചിരുന്നോർക്കെല്ലാം ആകാശമേളാപ്പിലൂടെ
ഈശോ ഒരുക്കുന്ന യാത്ര. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഹാലേലൂ ഹല്ലേലൂയ. കീശയിൽ കാശൊന്നും വേണ്ടെന്നേ, ഇന്നീ യാത്രയ്ക്ക് പോകാലോ. കാഴ്ചകൾ കാണാൻ ക്യൂവിൽ നിന്ന് പാസ് എടുക്കാൻ പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. മാലാഖമാരുടെ സ്വർണ്ണ ചിറകിലിൽ പറന്നങ്ങ് പോകാലോ. ചാഞ്ചക്കമാടി ആലോലമാടി കാഴ്ച കണ്ട് രസിക്കാലോ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഹാലേലൂ ഹല്ലേലൂയ. മാലാഖമാരുടെ ചിറകിലിരുന്ന് സ്വർഗീയ കാഴ്ചകൾ കാണാം. നന്മ നിറച്ചിടേണം, പാപത്തിൻ ഭാരം കുറച്ചിടേണം. ആകാശവിടുന്നു കാണാനായി തമ്പുരാനെ ദർശിക്കുവാൻ. ആകാശവിടുന്നു കാണാനായി തമ്പുരാനെ ദർശിക്കുവാൻ. വിശുദ്ധിതൻ ക്യൂട്ടായ തൂവെള്ളക്കുപ്പായം എല്ലാരും അണിഞ്ഞിടണം. സ്നേഹത്തിൻ പാസം തൂവെള്ളക്കുപ്പായം സ്വന്തമായി വേണമെന്നേ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഹാലേലൂ ഹല്ലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഏ ഹലോ 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 ഹാലേലൂയ. ഹാലേലൂ ഹല്ലേലൂയ. ഇനി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സ്കിറ്റ് കേട്ടാലോ? ഹലോ കുട്ടികളെ, നിങ്ങളെല്ലാം മടങ്ങി വന്നതുകൊണ്ട് സന്തോഷം. പഴയ നിയമത്തിലെ കഥകളെല്ലാം പറഞ്ഞു തീർന്നത് കൊണ്ട് ഇനി പുതിയ നിയമം തുടങ്ങട്ടെ. പുതിയ നിയമമോ ഫാദർ? അതേ ലൂസി, സുവിശേഷത്തിന്റെ 2ാം ഭാഗമാണിത്. ഈ ഭാഗത്താണോ യേശുവിന്റെ കഥ നടക്കുന്നത് ഫാദർ? അതെ ജോസ്, അതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഹായ്, കൊള്ളാലോ. ശരി, ഇനി കേട്ടോളൂ. ചരിത്രത്തിൽ ഉടനീളം തിന്മയിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട്. അവതരിക്കാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശ ഇസ്രായേൽക്കാരിൽ ശക്തമായിരുന്നു. അബ്രാഹാമിന്റെ കാലം മുതൽ ഈ രക്ഷകനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തു. നിന്റെ സന്തതി പരമ്പരകളിലൂടെ ഞാൻ ഭൂമിയിലെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും. നിന്നിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. രക്ഷകന്റെ വരവിനെ കുറിച്ച് 300-ൽ പരം പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിറവേറേണ്ടിയിരുന്നു. നസറത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. തച്ചനായ ജോസഫുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അന്നു രാത്രി മറിയത്തിന് ഒരു സന്ദേശം നൽകാനായി ദൈവം ഒരു മാലാഖയെ അയച്ചു. മറിയം, ആരാണ് നിങ്ങൾ? മറിയം, നന്മ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നീ ഭയപ്പെടേണ്ട മറിയം, ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കർത്താവായ ദൈവം അവന് കൊടുക്കും. യാക്കോവിൻ്റെ ഭവനത്തിൽ അവൻ ചിരകാലം വാഴും. അവൻ്റെ രാജ്യത്തിന് ഒരു കാലത്തും അന്ത്യമുണ്ടാകില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. മറിയത്തിന് ഈ സന്ദേശം കൊടുത്തിട്ട് മാലാഖ അവളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ജോസഫിന്റെ പക്കലേക്ക് പോയി. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുക. ഇത് ദൈവഹിതമാണ്. അവൾ ഒരു ദൈവപുത്രന് ജന്മം നൽകും. അവന് യേശു എന്ന് പേരിടണം. തൻ്റെ ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്നും അവൻ രക്ഷിക്കും. എന്ത്? അതൊരു സ്വപ്നമായിരുന്നോ? ഇല്ല,
അങ്ങനെ ആയിരിക്കില്ല. ശരിക്കും കണ്ടു. ചിലപ്പോൾ ദൈവം അറിയിച്ച സന്ദേശമായിരിക്കും. അതെ, അത് സത്യം തന്നെയാണ്. ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു അത്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോസഫ് മറിയത്തെ വിവാഹം ചെയ്തു. മറിയം ഗർഭിണിയാവുകയും ചെയ്തു. നസറത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ദുഷ്ടനായ ഹെറോദേസാണ് അവിടെ ഭരിച്ചിരുന്നത്. ഹെറോദേസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും അവരവരുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി പേരെടുത്ത് നടത്തുക. ഈ വാർത്ത ജോസഫും മറിയവും കേട്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നി. ഈ നിർദ്ദേശം കേട്ടോ പ്രിയനെ? ഞാൻ കേട്ടു. പക്ഷേ നിനക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാനാകുമോ? ബെത്ലഹേമിലെത്താൻ ഒരാഴ്ചയെങ്കിലും യാത്ര ചെയ്യണം. അതൊന്നും സാരമില്ല, എനിക്ക് പ്രശ്നമില്ല. ഒരു കാര്യം ചിന്തിക്കൂ, നമ്മൾ ബെത്ലഹേമിലേക്കാണ് പോകുന്നത്. മാലാഖ അറിയിച്ചതുപോലെ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അവന് ബെത്ലഹേമിലാണ് ജന്മം കൊടുക്കേണ്ടത്, മാലാഖ പറഞ്ഞതുപോലെ തന്നെ. അതെ അതെ, മാലാഖ പറഞ്ഞതുപോലെ തന്നെ. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. നാളെ തന്നെ നമുക്ക് പുറപ്പെടുകയും ചെയ്യണം. പുതിയ നിയമം അനുസരിച്ച് ജോസഫും മറിയവും ജോസഫിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിലേക്ക് പോയി. നമ്മൾ ആഴ്ചയുടെ അവസാനമെങ്കിലും അവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈർഘ്യമേറിയ ആ യാത്രയുടെ ഒടുവിൽ അവർ ബത്ലഹേം പട്ടണത്തിലെത്തി. ജോസഫ്, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. നമുക്ക് അല്പനേരം വിശ്രമിച്ചാലോ? അല്പം കൂടിയുള്ളൂ. നോക്കൂ, നമ്മൾ ബെത്ലഹേമിലെത്തി. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സത്രത്തിൽ വിശ്രമിക്കാം. ശരി, എന്നാൽ പോകാം. പക്ഷേ അവർ പട്ടണത്തിലെത്തിയപ്പോൾ എല്ലായിടത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത്രയധികം ജനങ്ങളോ? അതെ, ഇവരെല്ലാം പേരെഴുതാൻ വന്നതായിരിക്കും. പ്രിയനെ, എനിക്ക് തീരെ വയ്യ. നമുക്ക് ഈ സത്രത്തിൽ എവിടെയെങ്കിലും ഒരു മുറി കിട്ടുമോ എന്ന് നോക്കൂ. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. ഇവിടെ നിൽക്കൂ. ശരി. ജോസഫ് ഒരു സത്രത്തിന്റെ വാതിലിൽ മുട്ടി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരാണ്? ഞാൻ നസറത്തിൽ നിന്നുള്ള ജോസഫാണ്. എനിക്കും ഭാര്യയ്ക്കും തങ്ങാൻ ഇവിടെ ഇടമുണ്ടാകുമോ? ക്ഷമിക്കണം സുഹൃത്തെ, ഇവിടെയുള്ള എല്ലാ സത്രത്തിലും ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മുറി കിട്ടുവാൻ സാധ്യത വളരെ കുറവാണ്. പേരെഴുത്ത് കാരണം എല്ലായിടത്തും നല്ല തിരക്കാണ്. എന്നാലും ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾ വളരെ ക്ഷീണിതയായിരിക്കുന്നു. ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം. നിങ്ങൾക്ക് ഒരു കാലിത്തൊഴുത്തിൽ തങ്ങാനാവുമോ? കാലിത്തൊഴുത്തോ? അത് സാരമില്ല. അതെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അത് പട്ടണത്തിന് വെളിയിലാണ്. ഞാൻ നിങ്ങൾക്ക് വഴി കാട്ടിത്തരാം. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വളരെ നന്ദി. എന്നോട് ക്ഷമിക്കൂ. ഇതിലും ഭേദപ്പെട്ട സ്ഥലം എനിക്ക് നൽകാനായില്ല. ഈ കാലിത്തൊഴുത്ത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വളരെ നന്ദി സഹോദര. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അവർ അവിടെ എത്തിയപ്പോൾ മറിയം കുഞ്ഞിന് ജന്മം നൽകാറായി. ആ ആ ജോസഫ്, എനിക്ക് വേദനിക്കുന്നു. പേടിക്കേണ്ട പ്രിയേ, ഞാൻ നിന്റെ അടുത്തുണ്ട്. ആ ആ ദൈവമേ, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. ആ സമയം കാലിത്തൊഴുത്തിൽ അടുത്തു തന്നെ തങ്ങളുടെ ആട്ടിൻകൂട്ടവുമായി കുറെ ആട്ടിടയന്മാർ തങ്ങുന്നുണ്ടായിരുന്നു. ദേ, എന്താണത്? എന്ത്? എവിടെ? യാക്കോബേ, എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. ഓ, എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. പുൽത്തൊട്ടിലിൽ കച്ചയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. മാലാഖമാർ അപ്രത്യക്ഷമായപ്പോൾ ആട്ടിടയന്മാർ രക്ഷകനെ അന്വേഷിച്ചു. നോക്കൂ, അവൻ അവിടെ കാണും. അതൊരു കാലിത്തൊഴുത്താണല്ലോ. വാ, നമുക്ക് അകത്ത് നോക്കാം. മാലാഖമാർ പ്രഘോഷിച്ചതുപോലെ അന്നു രാത്രി യേശു പിറന്നു. കച്ചക്കൂട്ടത്തിൽ ഒരു കാലിത്തൊഴുത്തിലാണ്. ദൈവമേ, മകനെ തന്നതിന് ദൈവമേ നന്ദി. ഇവനാണ് രക്ഷകൻ. രക്ഷകനെ, പാവങ്ങളുടെ രാജാവേ, നിനക്ക് ഞങ്ങളുടെ വന്ദനം. യേശു ജനിച്ചപ്പോൾ തന്നെ ആകാശത്ത് ഒരു നക്ഷത്രം ഉദയം ചെയ്തു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന കിഴക്ക് നിന്നുള്ള കുറെ ജ്ഞാനികൾ ആ നക്ഷത്രം തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടർന്ന് കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്നു. രാജാക്കന്മാരുടെ രാജാവേ, ഈ സ്വർണം സ്വീകരിക്കൂ. സ്വർഗത്തിന്റെ മഹാപുരോഹിതന് ഈ കുന്തിരിക്ക് ഞാൻ സമ്മാനിക്കുന്നു.
ഇതാ നിന്റെ സേവകൻ തന്ന ഈ മീറ സ്വീകരിച്ചാലും. ഞങ്ങളുടെ യാത്ര വിഫലമായില്ല. ദൈവം തന്റെ പ്രഭാവം വെളിപ്പെടുത്തിയത് ഒരു കൊട്ടാരത്തിലല്ല, മറിച്ച് പുൽത്തൊട്ടിലിന്റെ ലാളിത്യത്തിലാണ്. ഇവൻ മിശിഹായാണ്, ഈ ലോകത്തിന്റെ രക്ഷകൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു കരോള് കേക്കാം. അടിപൊളിയാണ്. ആൻലിയയും അമേലിയയും കൂടിയിട്ടാണ് കേട്ടോ പാടണേ. മഞ്ഞ പെയ്യും പാതിരാവിൽ ജാതനായവൻ ലോകരക്ഷകൻ യേശുനായകൻ. ബത്ലഹേം താഴ്വരയിൽ പുൽത്തൊഴുത്തിലായി ദൈവപുത്രനാം യേശുനായകൻ. മഞ്ഞ പെയ്യും പാതിരാവിൽ ജാതനായവൻ ലോകരക്ഷകൻ യേശുനായകൻ. ബത്ലഹേം താഴ്വരയിൽ പുൽത്തൊഴുത്തിലായി ദൈവപുത്രനാം യേശുനായകൻ. വാനവന്റെ മോദമോളേറ്റു പാടിടും ലോകനാഥനാരാധന. ഗ്ലോറിയാതൻ ഗീതികൾ ഏറ്റു പാടിടും ഭൂവിലെന്നും ആനന്ദമാം. കുഞ്ഞിളം പൈതലേ സ്നേഹമായി ചേർന്നിടാം. മഞ്ഞു പെയ്യും പാതിരാവിൽ ജാതനായവൻ ലോകരക്ഷകൻ യേശുനായകൻ. ബത്ലഹേം താഴ്വരയിൽ പുൽത്തൊഴുത്തിലായി ദൈവപുത്രനാം യേശുനായകൻ. താരകങ്ങൾ വഴിയൊരുക്കി നിഴല് പോലെ കാവലായി. അമ്മയായി കന്യാമറിയം, താതനായി യോസേപ്പ് പിതാവും. രക്ഷകൻ സന്ദേശമായിടുന്നിതാ, ശാന്തിതൻ സന്തോഷമേകുന്നിതാ. വാനവും ഭൂമിയും ചേരും, ഹൃദയം തരളിതമാകും. ലോകാവുണ്ണിതൻ ചാരേ ഏകാം നെഞ്ചിലെ ചൂട്. സ്വർഗവൃന്ദങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ അത്യുന്നതനാം ദൈവത്തിന്. ലോകരക്ഷയ്ക്കായി യേശുപൂജാതനായി സമാധാനം ഈ ഭൂമിയിൽ. സ്വർഗവൃന്ദങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ അത്യുന്നതനാം ദൈവത്തിന്. ലോകരക്ഷയ്ക്കായി യേശുപൂജാതനായി സമാധാനം ഈ ഭൂമിയിൽ. ദൂതമായി ദേവദൂതർ ആട്ടിടയർ തൻ സവിതയെത്തി. താരകത്തിൻ ദിക്കു നോക്കി ജ്ഞാനികളും തേടിയെത്തി. ഉണ്ണിയെ കണ്ടു വണങ്ങിടാനായി, കാഴ്ചകളേകി നമിച്ചിടാനായി. ശാന്തിതൻ രാത്രിയിൽ പോകാം, ക്രിസ്മസ് സന്ദേശമേകാം. ഒന്നായൊരു മനമായി ഉണ്ണിയെ കണ്ടു വണങ്ങാം. സ്വർഗവൃന്ദങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ അത്യുന്നതനാം ദൈവത്തിന്. ലോകരക്ഷയ്ക്കായി യേശുപൂജാതനായി സമാധാനം ഈ ഭൂമിയിൽ. സ്വർഗവൃന്ദങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ അത്യുന്നതനാം ദൈവത്തിന്. ലോകരക്ഷയ്ക്കായി യേശുപൂജാതനായി സമാധാനം ഈ ഭൂമിയിൽ. മഞ്ഞ പെയ്യും പാതിരാവിൽ ജാതനായവൻ ലോകരക്ഷകൻ യേശുനായകൻ. ബത്ലഹേം താഴ്വരയിൽ പുൽത്തൊഴുത്തിലായി ദൈവപുത്രനാം യേശുനായകൻ. വാനവന്റെ മോദമോടെ ഏറ്റു പാടിടും ലോകനാഥനാരാധന. ഗ്ലോറിയാതൻ ഗീതികൾ ഏറ്റു പാടിടും ഭൂവിലെന്നും ആനന്ദമാം. കുഞ്ഞിളം പൈതലേ സ്നേഹമായി ചേർന്നിടാം. മഞ്ഞ പെയ്യും പാതിരാവിൽ ജാതനായവൻ ലോകരക്ഷകൻ യേശുനായകൻ. ഒരു ഭക്തിഗാനം കൂടി കേക്കാട്ടോ. നിന്നെ വാഴ്ത്തിയിടാം എന്നെന്നും,
നിന്നെ തേടിയിടാം എന്നെന്നും. എന്നുള്ളിൽ നീരും മെഴുതിരിനാളം കൺകോണിൽ വിങ്ങും ജലഗണജാലം പ്രാർത്ഥനയായി മാറ്റാം. നിന്നെ വാഴ്ത്തിയിടാം എന്നെന്നും. നിന്നെ തേടിയിടാം എന്നെന്നും. എന്നും ഞാൻ കാണുമോ ഇരുൾ വഴി മാത്രം തോരാ കണ്ണീർ വീഴും എൻ മുന്നിൽ. വേനൽ തീയാളും മരുഭൂ പോലെ തീരാ നോവിൽ വീകും എൻ ജന്മം. വിങ്ങും ദുഃഖം തീർക്കാൻ എൻ്റെ കണ്ണീരൊപ്പാൻ നാഥ നാഥ നീ വന്നെങ്കിൽ എന്നെ കാക്കേണം, എന്നിൽ കനിയേണം. എന്നും എൻ്റെ കാൽക്കൽ വീണു കേണിയിടുമ്പോൾ നിന്നെ വാഴ്ത്തിയിടാം എന്നെന്നും. നിന്നെ തേടിയിടാം എന്നെന്നും. കർത്താവേ, ഞാൻ നിൻ തിരുവചനങ്ങൾ ഉള്ളിൽ പൊരുളായി എന്നും തേടുമ്പോൾ നിന്മയിൽ നീറും തിരുമുറിവെല്ലാം ഏതോ കൃപയായി എന്നെ പുൽകുമ്പോൾ എങ്ങും മെയ്യും നേരം നല്ലൊരിടയൻ പോലെ ദേവാ ദേവാ നീ വന്നെങ്കിൽ എന്നെ കാക്കേണം, എന്നിൽ കനിയേണം. എന്നും എൻ്റെ കാൽക്കൽ വീണു കേണിയിടുമ്പോൾ നിന്നെ വാഴ്ത്തിയിടാം എന്നെന്നും. നിന്നെ തേടിയിടാം എന്നെന്നും. നിന്നെ വാഴ്ത്തിയിടാം എന്നെന്നും. നിന്നെ തേടിയിടാം എന്നെന്നും. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇവരുടെ പരിപാടികളൊന്നും ഇന്നത്തോടെ തീരുന്നില്ല കേട്ടോ. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 ഇതളുകളിൽ കേൾക്കാട്ടോ. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? ഞാൻ പെറ്റ കാലം മീൻ പെറ്റ പോലെ, വാലറ്റ കാലം ഞാൻ പെറ്റ പോലെ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? തവള. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നോട് പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.